നാടൻ മീൻ കറി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും കട്ട് ചെയ്തതും പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ റെഡിയാക്കി വെക്കുക. പുളി കുതിർക്കാൻ വേണ്ടി വെച്ചത് നമ്മൾ ഒരു സൈഡിൽ മാറ്റി വെക്കുക. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ പാരുക. എണ്ണ ചൂടായതിന് ശേഷം ഉലുവ പൊട്ടിക്കുക. ഇനി ഇതിലോട്ട് സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റുക. ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറുവോളം നമ്മൾ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലൊന്ന് അരക്കുക. എന്നിട്ട് അത് അതിലോട്ട് ചേർക്കുക. തക്കാളി അടിച്ചത് പറഞ്ഞതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. നമ്മൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. ഇത് കുറച്ച് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് നമ്മൾ 1 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ അതിലോട്ട് നമ്മൾ 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ് എല്ലാം ചേർത്തിട്ട് നല്ലോണം വഴറ്റുക. ശേഷം പുളിവെള്ളം പാരുക. പുളിവെള്ളം പാർന്നിട്ട് നമ്മൾ നല്ലോണം തിളപ്പിക്കുക. വെള്ളം പോരായ്കയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം പാരാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക. നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ലേശം കറിവേപ്പില അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുക. അപ്പോൾ നമ്മൾ മീൻ കറി തയ്യാറാണ്.